നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ തേർഡ് അലോട്ട്മെന്റ് വരാൻ പോവുകയാണല്ലോ. അപ്പം LBSന്റെ തേർഡ് അലോട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ LBSൽ നിലവിലത്തെ സിറ്റുവേഷനിൽ രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നപ്പോൾ BSc നഴ്സിംഗിന് ഏകദേശം 9,000 റാങ്ക് വരെയുള്ളവർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ ഇടം നേടിയിരിക്കുന്നത്. തേർഡ് അലോട്ട്മെന്റ് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുറേയും കൂടെ കുട്ടികൾക്ക് ഇവിടെ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്കായിരിക്കാം ഒരുപക്ഷെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ ലഭിക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവുക. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഒക്ടോബർ മാസം 29-ാം തീയതിക്കുള്ളിൽ തന്നെ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് LBSൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വരുന്ന മുറയ്ക്ക് അപ്പോൾ പുതുതായിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അഡ്മിഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികൾ അഡ്മിഷൻ ഫീസ് ഇതിനോടൊക്കെ അടച്ചിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇപ്പോൾ പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾക്കും അഡ്മിഷൻ ഫീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുക. അപ്പോൾ ഈ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുത്ത് അതും കൂടെ നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നൽകേണ്ടതായിട്ടുണ്ട്. കോളേജുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നിങ്ങൾ ബാക്കി വരുന്ന ഈ അഡ്മിഷൻ ഫീസ് കഴിച്ച് ബാക്കി വരുന്ന ഫസ്റ്റ് ഇയറിലെ ഫീസ് എല്ലാം നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കോളേജുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ബാലൻസ് എമൗണ്ട് കോളേജിൽ വരുമ്പോൾ നൽകേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടെ നിങ്ങൾ കയ്യിൽ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒക്ടോബർ മാസം 29-ാം തീയതിക്കുള്ളിൽ തന്നെ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോകുന്നതാണ്. ഇതിനോടകം തന്നെ മാനേജ്മെന്റ് സീറ്റുകളിൽ അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം LBSലെ അലോട്ട്മെന്റുകൾ നോക്കുന്ന കുട്ടികളുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു ടൈം. അപ്പോൾ നിങ്ങൾ ഇവിടെ 25,000 രൂപ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ മെച്ചപ്പെട്ട കോളേജുകളാണ് മാനേജ്മെന്റ് സീറ്റ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നൽകാവുന്നതാണ്. അതിനുള്ള റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ ഈ എമൗണ്ട് റീഫണ്ട് ചെയ്ത് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഏത് കോളേജുകളിലാണ് LBS വഴിയാണോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് വഴിയാണോ മികച്ച കോളേജുകൾ കരസ്ഥമാക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരേ ഫീസാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ തന്നെ ഏറ്റവും മികച്ച കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് ഏവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒക്ടോബർ മാസം 29-ാം തീയതി ജോയിനിങ് ഡേറ്റും കഴിഞ്ഞതിന് ശേഷം നിരവധി വേക്കൻസികൾ ഒരു പക്ഷേങ്കിൽ LBSൽ വരാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ വേക്കന്റ് വരുന്ന സീറ്റുകളൊക്കെയാണ് സ്പോട്ട് അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുക. അത് ഈ ഒക്ടോബർ മാസം 29-ാം തീയതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് അനൗൺസ്മെന്റ് ചെയ്യുക. എന്തു തന്നെ ആയാലും അത് നവംബർ മാസത്തിലേക്ക് കടക്കുമെന്നുള്ള നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ വേക്കന്റ് വരുന്ന സീറ്റുകൾ ഏതൊക്കെ കോളേജുകളാണെന്നുള്ളതിന്റെ ലിസ്റ്റുകൾ LBSൽ സൈറ്റിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ ഓപ്ഷൻ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള കോളേജുകളിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ വീണ്ടും നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല കുട്ടികളെ സംബന്ധിച്ച് വളരെ ചുരുക്കം ചില കോളേജുകൾ മാത്രമായിരിക്കാം ആപ്ലിക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ആദ്യമേ നൽകിയിരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഏതൊക്കെ കോളേജുകളിൽ സീറ്റ് അവൈലബിൾ ആയോ, അത് നേരത്തെ കൊടുക്കാത്ത കോളേജുകളാണെങ്കിലും സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയവും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ റാങ്കുകളും കാര്യങ്ങളും നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷം തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അഡ്മിഷൻ ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷവും അല്ല നേരത്തെ അഡ്മിഷൻ ഫീസ് അടച്ച കുട്ടികൾക്കാണെങ്കിലും അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുന്നതാണ്. ആ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾ പ്രിന്റ് എടുത്ത് കയ്യിൽ കരുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ട രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ, ഫസ്റ്റ് ഇയറിൽ വരുന്ന ബാലൻസ് വരുന്ന ഫീസുകൾ, എത്രത്തോളം ഫീസുകളാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്, ആ ഫീസുകളെല്ലാം ഈ ഒരു സമയം തന്നെ കരുതി വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം.